വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ചൂട്, ചൂട് എപ്പോഴും ഉണ്ട്. പക്ഷെ മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്. പക്ഷെ മഴ പെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ ചൂടാണിപ്പം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ഡ്രസ്സിങ് ടേബിൾ. ഞാൻ ഒന്ന് റെഡിയാവാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, എപ്പോഴും ഉപയോഗിക്കുന്നതല്ല, എന്നാലും വാട്ട്സ് ഇൻ മൈ ഡ്രസ്സിങ് ടേബിൾ. എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ഞാനിവിടെ ഇരുന്നു കൊണ്ട് കാണിക്കാം. കാരണം എനിക്ക് തോന്നുന്നു നിൽക്കുന്നതിലും നല്ലത് ഇരുന്ന് കാണിക്കുന്നതായിരുന്നു. അപ്പം ആദ്യം ഞാൻ ഡ്രോയറിലുള്ള സാധനങ്ങൾ കാണിക്കാം. ഡ്രോയറിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് അധികം യൂസ് ചെയ്യാത്തതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പം മേക്കപ്പ് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടത്തില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കും. പിന്നെ പെർഫ്യൂംസ്, ചില പെർഫ്യൂംസൊക്കെ നമ്മൾ അങ്ങനെ ചില സ്ഥലത്ത് പോകുമ്പോഴേ നമ്മളത് യൂസ് ചെയ്യത്തുള്ളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള പെർഫ്യൂംസ്, പിന്നെ ടിഷ്യൂ, ബഡ്സ്, അങ്ങനത്തെ വലുതായിട്ട് യൂസ് ചെയ്യാത്ത, നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാത്ത സാധനങ്ങൾ, അതാണ് ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, വീട്ടിൽ നിൽക്കുമ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ ഈ ടേബിളിൽ പുറത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനകത്ത് ആദ്യം ഇത് ഒരു എം കഫേൻ്റെ ബോഡി ബട്ടർ, ഒരു ബോഡി ലോഷൻ, അതാണിത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചാളെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് മാസമായി. ഇത് ആക്ച്വലി ഇതിൻ്റെ സ്മെല്ല് നല്ലതാണ്. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ തേച്ചുകൊണ്ട് നിൽക്കാറില്ല. കാരണം ഒന്നോർത്താൽ പെട്ടെന്ന് തീരുമോ എന്നുള്ളൊരിത് കാരണമാണ്. പക്ഷെ അതിന് പുറമെ ഇത് പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ സ്കിന്നിൽ അതായത് ബോഡി തേക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നല്ലതായിരിക്കും. അപ്പം ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. വീട്ടിൽ നിൽക്കുമ്പോൾ വേറൊരു ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. അത് ബോഡി ലോഷനാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഒരു സാധനം. ഇത് പതഞ്ജലിയുടെ അലോവേറ ജെൽ. ഞാൻ കുറേ അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ ഞാൻ ജെല്ല് യൂസ് ചെയ്തു. പക്ഷേ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ്. ഞാൻ പതഞ്ജലിയുടെ പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ റീയൂസ് അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്യുന്നൊരു ഐറ്റം ഇതാണ്. ഇവരുടെ അലോവേറ ജെൽ. ഇത് നല്ലതാണ്. വലിയ സ്മെല്ലില്ല. ആ ഒരു ഭയങ്കര നമുക്ക് ഇതാവുന്നൊരു സ്മെല്ലില്ല. ഫേസിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലോവേറ ജെല്ലാണിത്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണമെന്ന് തോന്നുവാണെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പം ഞാനിത് തേക്കും. എന്നാലും എപ്പോഴും യൂസ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ഇത് ഫേസ് ഷേവ് ചെയ്യത്തില്ല, അപ്പോഴും ഈ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു എക്സ്ട്രാ പൗഡർ ഞാൻ എപ്പോഴും വെക്കും. അത് എപ്പോഴും യൂസ് ചെയ്യുന്നത് കഴിയുവാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരെണ്ണം എപ്പോഴും എക്സ്ട്രാ വെക്കും. പിന്നെ ഇത് ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്കിത് ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് ടോണറാണ്. ഇത് ഞാൻ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സ്കിൻ ഡോക്ടറിനെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ തരുന്ന മരുന്ന് മാത്രമേ ഞാനിപ്പം സ്കിന്നിൽ തേക്കാറുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാനിത് തൽക്കാലത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഞാൻ ഇത്രയും യൂസ് ചെയ്ത പ്രോഡക്റ്റാണ്. പക്ഷേ ഇപ്പം ഞാനൊന്ന് ടെമ്പററിലി ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും ഇതിൻ്റെ യൂസ്. കാരണം മറ്റത് തേക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് വേറെ ഒന്നും തേക്കണ്ട, പുള്ളിക്കാരൻ തന്നത് തേച്ചാൽ മതി. പിന്നെ ഇതും അതുപോലെ തന്നെ, ഈ ഒരു സ്നെയിൽ മ്യൂസിൻ, ഇതും അതുപോലെ തന്നെ. ഇത് ഞാൻ ഇത്ര ഈ ബെല്ലാവിറ്റയുടെ പെർഫ്യൂം. ഇത് ആക്ച്വലി ഇതിൻ്റെ സ്മെല്ല് ഇത് ബെല്ലാവിറ്റയുടെ റോസ് വിമൻ പെർഫ്യൂമാണ്. ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു പ്ലസൻറ്റ് സ്മെല്ലല്ല. അതുകൊണ്ട് ഞാനിതെപ്പോഴും യൂസ് ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും
കുറച്ച് പ്ലസൻറ്റ് സ്മെൽ അങ്ങനത്തെ പെർഫ്യൂംസാണ് ഞാൻ യൂസ് ചെയ്യാറ് കൂടുതലും. ഇത് അങ്ങനത്തെ ഒരു സ്മെല്ലല്ല, അതുകൊണ്ട് ഞാനിത് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ. പക്ഷേ ഇടയ്ക്ക് യൂസ് ചെയ്തു, കുറേ തീരാറായും തോന്നുന്നു. ഇത് ഞാൻ എവിടെ നിന്ന് ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ഓഫർ വന്നു 2 എണ്ണം. അപ്പം ഇതും വേറെണ്ണം, മറ്റത് തീർന്നു, ഇത് ഇപ്പോൾ ഉണ്ട്. അപ്പം ഇത് അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇത് ബനാന റിപ്പബ്ലിക്കിൻ്റെ ബനാന റിപ്പബ്ലിക് അതിൻ്റെ വാൾനട്ട് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണിത്. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര പ്ലസൻറ്റ് സ്മെല്ലാണ്. വാൾനട്ടിൻ്റെ സ്മെല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ അവർ ഈ വാൾനട്ട് തന്നെയാണെന്ന് തോന്നുന്നു, ഈ ആണ് ഇത് കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ലൊരു സ്മെല്ലാണ്. അതായത് ഭയങ്കര ഓവർ ഫ്രേഗ്രൻസ് അല്ല, പക്ഷേ എന്നാൽ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ് ഇത് തരുന്നത്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു പ്രൈസുള്ളൊരു പെർഫ്യൂം. ഞാനിത് ഇവിടെ നിന്നല്ല, ഞാൻ സലാലയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പെർഫ്യൂം. അപ്പം അതാണ്. പിന്നെ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, എനിക്കറിയില്ല. ഇത് ഭയങ്കര കുറച്ച് പ്രൈസ് ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ മേക്കപ്പ് ഫിക്സർ എസെൻസിൻ്റെ ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചല്ല. എസെൻസിൻ്റെ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് സലാലയിൽ നിന്ന് വാങ്ങിച്ചത്. അതെ, സലാലയിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് പിന്നെ എസെൻസിൻ്റെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റ്. ഞാൻ ഇതൊന്നും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാനങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഒക്കേഷനോ അങ്ങനെ എന്തെങ്കിലും കല്യാണമോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ മേക്കപ്പൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇത് രണ്ടും ഭയങ്കര കുറവാണ്. എൻ്റെ ഐ ഷാഡോ പാലറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇത് പിന്നെ എൻ്റെ ഒരു ഹാൻഡ് ക്രീം. ഇത് ആക്ച്വലി ഇത് R&Bയുടെ കേട്ടോ. R&B ഇപ്പോൾ നാട്ടിലൊക്കെ എനിക്കൊന്ന് ട്രിവാൻഡ്രം ലുലു മോളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് R&B എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പ്. കാരണം അവിടുത്തെ ഡ്രസ്സാവട്ടെ, അവിടെ ഇഷ്ടംപോലെ നല്ല ടീഷർട്ട്സ് കിട്ടും. ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ R&Bയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് R&B, അതൊക്കെ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സലാലയിലുള്ള R&Bയിൽ നല്ല ടീഷർട്ട്സൊക്കെ കിട്ടും. അത് വീട്ടിലിടുന്നതും പുറത്തിടുന്നതും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് R&B. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഹാൻഡ് ക്രീമായത്. ഇതിൻ്റെ നല്ല സ്മെല്ല്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായി എന്നിട്ട് തീർന്നിട്ടില്ല. നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഞാൻ പിന്നെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതെടുത്ത് ബാഗിലിടും. പിന്നെ ഒരു CC സിറം, മാമാഅർത്തിൻ്റെ CC. ഇതെല്ലാവർക്കും കണ്ട് പരിചയമുള്ളൊരു സാധനമായിരിക്കും. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി, പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും കല്യാണമോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം മാമാഅർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ CC സിറം. ഇതും അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ്. ഫൗണ്ടേഷനെക്കാട്ടി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇതാണ്. കാരണം നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഇട്ട കുറച്ചൊന്ന് നല്ലൊരു മേക്കപ്പ് ഇട്ടൊരു ലുക്ക് വരും. പക്ഷേ ഇതിട്ടാൽ അങ്ങനെയല്ല, കുറച്ച് ഗ്ലോയും കൂടെ ഒക്കെ തരും ഇത് ഇടുവാണെങ്കിൽ. അപ്പോൾ ഞാനെപ്പോഴും ഇതാണ് ഇടാറ്, വേറെ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു ഹൈലൈറ്റർ ഉണ്ട്. ഇതിൻ്റെ മെബലിൻ ഹൈലൈറ്റർ. ഇത് സ്ട്രോബിങ് ലിക്വിഡാണ്, നല്ലതാണ്. ഇതും അത്യാവശ്യം കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ചിട്ട്, പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് പക്ഷേ ഒരുപാടുണ്ട് സാധനം കേട്ടോ. ഞാൻ ഇത് ഒരു തുള്ളി എടുത്താൽ മതി, ഒരു ഇച്ചിരി. ആ ഒരു ഇച്ചിരി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈലൈറ്റർ ഇത് വരും. അപ്പം ഇത് പിന്നെ എൻ്റെ ഇത് കണ്ണി ഒഴിക്കുന്നതിൻ്റെ മരുന്നാണ്, അതുണ്ട്. അത് ഞാൻ ഇവിടെ ഇട്ടേക്കുക. പിന്നെ എൻ്റെ ലെൻസ്, ഞാൻ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ലെൻസ് ഇട്ട് വെക്കുന്ന അതിൻ്റെ എന്തുവാ അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ
ടിഷ്യൂ പേപ്പർ, ബഡ്സ്, പിന്നെ കാർമേസിയുടെ ഫേഷ്യൽ റൈസർ. ഇതും ഞാൻ എപ്പോഴും റീപർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ കുറച്ച് കോട്ടൺ. പിന്നെ എൻ്റെ നെയിൽ കട്ട കിറ്റ്. അയ്യോ, ഇതിനകത്ത് ഒരു നെയിൽ കട്ടറും പിന്നെന്താ അതിൻ്റെ നമ്മുടെ നെയിൽസ് ഷേപ്പ് ചെയ്യുന്ന ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ 2 ഉണ്ട്, 2 നെയിൽ കട്ടേഴ്സും ഉണ്ട്. അപ്പം അതും പിന്നെ എനിക്ക് ഈ ഒരു ബോക്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ആഭരണപ്പെട്ടിയോ അങ്ങനെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അത് സത്യം പറഞ്ഞാൽ ഈ ഷേപ്പല്ല, ഇങ്ങനെ കൂടാരം പോലെ ഇരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ആൾക്കാർ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പഴയ മുത്തശ്ശിമാരൊക്കെ അവരുടെ ജ്വല്ലറീസ്, അവരുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്ന പെട്ടി, അത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് ഇനി അത് വല്ലതും ആണോ എന്ന്. ഇത് ആക്ച്വലി ഞങ്ങൾ കന്യാകുമാരി അല്ല മൈസൂർ പോയപ്പം അവിടെ നിന്ന് വാങ്ങിച്ചത്. 2 വാങ്ങിച്ചു. ഒരെണ്ണം ഉമ്മച്ചിക്കും ഒരെണ്ണം ഉമ്മായിക്കും, ഉമ്മച്ചിയുടെ ഉമ്മാക്കും. അപ്പം അല്ല എനിക്കൊന്ന് 3 വാങ്ങിച്ചു. 2 ഇവിടത്തേക്കും ഒരെണ്ണം ഉമ്മാക്കും. അപ്പോൾ 2 ഒരെണ്ണം ഞാൻ എടുത്തു, ഒരെണ്ണം താഴെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഞാൻ ഇട്ട് വച്ചേക്കുന്നതും എൻ്റെ എന്താ പറയുക, എൻ്റെ ജ്വല്ലറി, എൻ്റെ ഫാഷൻ ജ്വല്ലറീസാണ്. ഇത് ഞാൻ ടെമു എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത. ഇത് കണ്ടോ, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് അങ്ങനെ എപ്പോഴും ഒന്നും ഇടാറൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഇരിക്കുന്ന കാണാനൊരു കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഓർണമെൻറ്റ്സ് ഇടുന്നത് കണ്ടോ, ആ ഒരു എനിക്ക് തോന്നുന്നത് തന്നെ ആണെന്ന്. ഓക്കെ. അപ്പോൾ ഞാൻ വലുതായിട്ട് ജ്വല്ലറീസ് ഒന്നും ഇങ്ങനത്തെ ഫാഷൻ ജ്വല്ലറീസ് ഒന്നും അങ്ങനെ ഒരുപാട് ഇടുന്ന ടൈപ്പ് ഒരാളല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ സ്റ്റഡാണ് ഞാൻ ഇടാറ്, കമ്മലായാലും അങ്ങനെ. പക്ഷേ ഇത് കാണുമ്പം എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് ചിലപ്പം ഒരു മൂഡ് വരുവാണെങ്കിൽ ഞാൻ ഒരുങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇടും. ചില ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ലതായിരിക്കുമല്ലോ. അപ്പം ഞാൻ വാങ്ങിച്ചതാണ്. ഇത് തെമ്മുവും സലാലയിലുള്ളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണിത്. ഇതുണ്ട്. പിന്നെ എനിക്ക് റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ റിങ്സ്. പിന്നെ അതിനകത്ത് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തേ, അതാ ഞാൻ ഊരിയിട്ട് ഇട്ടേക്കണേ. പിന്നെ ഇത് കൊടുത്ത സ്റ്റഡ്സ് എനിക്ക് ഇതിനകത്ത് ബ്ലാക്കാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. കണ്ടു, ബ്ലാക്ക്. പിന്നെ റിങ്സ്, കുറേ റിങ്സ് ഉണ്ട്. കുറേ റിങ്സ് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ കണ്ടു. എനിക്ക് ഈ റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും ഞാനങ്ങനെ ഇടാറില്ല, വല്ലപ്പോഴും ആണ് ഇടാറുള്ളത്. ഇത് പിന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് എനിക്കൊന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പം ഡ്രോയിൽ അത്രയൊക്കെ ഉള്ളൂ. ഡ്രോയറിൽ ഇനിയും എൻ്റെ ടേബിളിലുള്ളത് കാണിക്കാം. ടേബിളിൽ ഫ്ലാസ്ക് ഉണ്ട്. ഓക്കെ. ആദ്യം ലിപ്സ്റ്റിക്സ്. ലിപ്സ്റ്റിക്ക് മാത്രമല്ല, ഇതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു മസ്കാര ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ഐലൈനർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്. അതായത് ഇതൊക്കെ. പക്ഷേ ലിപ്സ്റ്റിക്സ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടാണ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കണം. ലിപ്സ്റ്റിക്ക് നമ്മളെപ്പോഴും ഇടുന്നതല്ലേ, അതുകൊണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഈ മസ്കാര ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിങ്ങനെ ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാനെടുത്ത് ഇതിനകത്ത് ഇട്ടുന്നു മാത്രം. പിന്നെ ഇതുണ്ട്, ഐബ്രോ. ഇത് ബ്രൗൺ ഐബ്രോസ്. പിന്നെ ഐലൈനേഴ്സ്. ഇത് ഐലൈനർ അല്ല, മറ്റേ എൻ്റെ പേരെന്തായിരുന്നു, പെൻസിലോ, അത് തന്നെ, അതുണ്ട്.
ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ബ്ലൂ കളർ മറ്റേ ഐ പെൻസിലാണ്. പിന്നെ ലിപ്പ് ലൈനർ ഉണ്ട്. ഇതും അഗെയിൻ ഇതിൻ്റെ പേര് ഞാനൊന്ന് നോക്കട്ടെ. ഐ ഡ്രാമ ബോൾഡ് ബ്ലാക്ക്. അഗെയിൻ ഇതും ഒരു ഐ പെൻസിൽ അല്ല, ഐ ലൈനർ പോലൊരു സാധനം അത്. പിന്നെ ഐ ലൈനേഴ്സ്, ഇതും സൂഡിയോ ഐ ലൈനർ. പക്ഷെ ഇത് ലാക്മിയുടെ ഐ ലൈനർ. ഇതും അഗെയിൻ ലാക്മിയുടെ ഐ ലൈനർ. ഇത് കാജലാട്ടോ, ഞാൻ അതിൻ്റെ പേര് ഞാൻ മറന്നതാണ്. ഇത് ബ്ലൂ കാജൽ, ബ്ലാക്ക് കാജൽ, ബ്ലൂവും ബ്ലാക്ക്. പിന്നെ 3 ഐ ലൈനേഴ്സ്, ഒരു ഐബ്രോ പെൻസിൽ. അത് ബ്രൗണാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് അല്ലാതെ ഇതിനകത്തുള്ളത്. പിന്നെ ഇത് ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നത് ദേഗയുടെ ലിപ് ബാമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ് ബാമാണിത്, ദേഗയുടെ. കാരണം ഇത് നമ്മുടെ ലിപ്സ് കുറച്ച് ലൈറ്റൻ ചെയ്യും. എനിക്കങ്ങനെ തോന്നി, കാരണം എൻ്റെ കുറച്ച് ഡാർക്ക് ലിപ്സ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തേലും എൻ്റെ ലിപ്സ് ഇപ്പോൾ കുറച്ച് ലൈറ്റൻ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ദേഗയുടെ ലിപ് ബാം. പിന്നെ ബ്ലഷ് ഉണ്ട്. ഇത് എസെൻസിൻ്റെ ബ്ലഷാണ്. ഈ എസെൻസ് എല്ലാം ഞാൻ സലാലയിൽ നിന്ന് വാങ്ങിച്ച, കാരണം അവിടുത്തെ സെൻട്രൽ പോയിന്റിലുണ്ട് എസെൻസിൻ്റെ ആ ഒരു ഷോപ്പ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ എസെൻസിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം. എസെൻസിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് എസെൻസിൻ്റെ ഒരു സെറം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിടം മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എല്ലാം ഞാൻ എസെൻസിൻ്റെ പ്രോഡക്റ്റ്സാണ് പിന്നെ വാങ്ങിച്ചത്. എസെൻസിൻ്റെ ലിപ്സ്റ്റിക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് എസെൻസിൻ്റെ മസ്കാര. പിന്നെന്താണ്, പിന്നെ ഇതെന്തുവാണ്, ഇത് ഏത് ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഞാൻ ഏതോ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐ മാർക്കറില്ലേ, ഐ ലൈനർ മാർക്കർ ടൈപ്പാണിത്. പക്ഷേ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക് അല്ലാതെ ഉള്ള സാധനങ്ങൾ. ഇനിയുള്ള എല്ലാം എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക്സാണ്. ഒരു ലിപ്പ് ലൈനറും കൂടെ ഉണ്ട്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്പ് ലൈനർ. ഈ ഷെയ്ഡ് കണ്ടോ, ഇതിൻ്റെ ഇത് അറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അന്ന് ഇതിൻ്റെ ഭയങ്കര ഷോർട്ടുമായി, മറ്റേ ഷാർപ്പ് ചെയ്ത്. അപ്പം ലിപ്പ് ലൈനർ. ഓക്കെ, ഇനിയുള്ള എല്ലാ ലിപ്സ്റ്റിക്കാണ്. ഫസ്റ്റ് ഒരു മെബലിൻ്റെ റെഡ് ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാ, റിച്ച് റൂബി. ഇതൊരു റെഡ് ലിപ്സ്റ്റിക്കാണ്. നല്ല റിച്ച് റെഡ് കളറാണ് ഇതിൻ്റെ. കണ്ടു, കുറച്ച് എന്താ പറയുക, ഭയങ്കര ഹോട്ട് ലുക്ക് തരുന്നൊരു ലിപ്സ്റ്റിക്കാണിത്, മെബലിൻ. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡുണ്ട്, ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത് നല്ല ഷെയ്ഡാണ്. മെബലിൻ്റെ എല്ലാം ഈ ഒരു പാറ്റേൺ വരുന്ന എല്ലാ ലിപ്സ്റ്റിക്സും നല്ല ലിപ്സ്റ്റിക്സാണ്, എനിക്കിഷ്ടമാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ റെനെ. ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക്. അത് അതിൻ്റെ കളറോ അതുകൊണ്ടൊന്നും അല്ല, അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട് യെല്ലോ കളർ. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. അപ്പോൾ റെനയുടെ ഷെയ്ഡ് നമ്പർ 2 ആണ്. ഇതും ഒരു ന്യൂഡ് ബ്രൗൺ. എൻ്റെ കയ്യിലിരിക്കുന്ന മിക്ക ഷെയ്ഡും ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്സാണ്. അപ്പം ഇത് റെനയുടെ ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് നമ്പർ 2. ഓക്കെ അത് എനിക്കൊരു മെസ്സേജ് വന്നു, നോക്കാൻ പോയതാണ്. പിന്നെ ഇത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അവൾ വാങ്ങിച്ചപ്പം അവൾക്ക് ഇത് ചേരുന്നില്ല. അപ്പോൾ എനിക്കിത് ചേരുന്നുണ്ട് ഈ ഷെയ്ഡ്. അപ്പോൾ എനിക്ക് തന്നെയാണ്. ഇത് ഏതാ ഷെയ്ഡ് നമ്പർ 9 സ്മൈൽ പ്ലീസ്. ഇത് ആക്ച്വലി ഒരു ലിപ്പ് ക്രയോണാണ്. അപ്പം അത്. പിന്നെ ഇത് മൈഗ്ലാമിൻ്റെ അങ്ങനെ ഞാനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല, ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത് ഞാൻ ഏതോ ഒരു റീല് കണ്ടിട്ട് വാങ്ങിച്ചെങ്ങാണ്ട.
ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 18 ആണ്. സ്വിംഗർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. ട്രസ്റ്റ് മീ, ഇത് അടിപൊളിയാണ്. ഇത് നല്ല ഷെയ്ഡാണ്. പ്രത്യേകിച്ച് കുറച്ച് നല്ല ഫെയർ ആയിട്ടിരിക്കുന്നവർക്ക് നല്ല ഷെയ്ഡായിരിക്കും ഇത്. എന്നാലും അല്ലാത്തവർക്കും നല്ല ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണിത്. അപ്പം അത് മൈഗ്ലാം സ്വിംഗർ ഷെയ്ഡ് നമ്പർ 18 സ്വിംഗർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എസെൻസിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എസെൻസിൻ്റെ ലിപ്സ്റ്റിക്സാണ്. ഇത് നല്ല ലിപ്സ്റ്റിക്കാണ്. ഇത് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും ലിപ്സ്. പക്ഷേ സ്റ്റിൽ നല്ലൊരു ഷെയ്ഡാണ് ഇത്. അല്ല, നല്ല ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ഏതാ? ഷെയ്ഡ് നമ്പർ 11 പിന്നെ ഷെയ്ഡ് നമ്പർ 3. 11 3. ഇതിനകത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്കൊന്ന് ഷെയ്ഡ് നമ്പർ 3 ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ കാണിച്ചു തരാൻ തോന്നും. ഇത് കുറച്ച് ന്യൂഡ് ആയിട്ടിരിക്കും, കണ്ടോ? കുറച്ച് ന്യൂഡായിട്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലിപ്സ് കണ്ടോ? ഈ ഒരു ഷെയ്ഡാണ് അത്. പിന്നെ ഇത് കുറച്ചുകൂടെ ഡാർക്കായിട്ടിരിക്കും. കുറച്ച് ഡാർക്കായിട്ടിരിക്കും, കണ്ടോ? അപ്പോൾ ഇത് രണ്ടും എസെൻസിൻ്റെ ഷെയ്ഡ് നമ്പർ 11 ഷെയ്ഡ് നമ്പർ 3. ഇത് ഷെയ്ഡ് നമ്പർ 11, ഇത് ഷെയ്ഡ് നമ്പർ 3. പിന്നെ അഗെയിൻ മൈഗ്ലാമിൻ്റെ ഒരെണ്ണം. ഇത് പക്ഷേ എനിക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് ചേരുന്നില്ല. ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ ഞാൻ വെച്ച് നല്ല ഷെയ്ഡാണ്, എനിക്ക് ചേരുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ചേരുന്നില്ല. ഇതും ഒരു പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് കളർ, കണ്ടോ? ഈ ലാസ്റ്റ് ഇതാണ് ഈ ഷെയ്ഡാണിത്. അതുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ മറ്റേത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൈഗ്ലാമിൻ്റെ. ഇതും നമ്മുടെ ലിപ്സ് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കും, പക്ഷെ നല്ലതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു ടീൽ ഓറഞ്ച് ആ ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. ഇത് അയ്യോ ഇത് പറ്റി. അപ്പം അത് പിന്നെ എൻ്റെ ഒരു കുട്ടി ഐബ്രോ. ഇതെനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചൊരു ഐബ്രോ പെൻസിലാണ് ഇത്. ആക്ച്വലി ഉമ്മച്ചി വാങ്ങിച്ചതാണ്. ഉമ്മ വാങ്ങിച്ചിട്ട് കണ്ടു. ഇതെങ്ങനെ എൻ്റെ ഇതിനകത്ത് പെട്ടുപോയത്. ഞാനങ്ങനെ എടുക്കുക, ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു ഷാർപ്നറുണ്ട്, ലിപ്പ് ലൈനേഴ്സൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ പേരും ഒന്നും എനിക്കറിയത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ സാരാല വെച്ച് നെസ്റ്റോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. സത്യം പറഞ്ഞാൽ ഒരു പാക്ക് ഓഫ് 10 അങ്ങനെ എന്തോ ആയിരുന്നു ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഭയങ്കര ചെറുതായിരുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇതിരിപ്പോട്ട് നല്ല ഷെയ്ഡ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഷെയ്ഡ് കണ്ടു, ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടു, ഈ ഷെയ്ഡായത്. അപ്പം അത് പിന്നെ ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാണ്, ബ്ലൂ ഹെവൻ്റെ ഇൻറ്റൻസ് മാറ്റ് ലിപ്സ്റ്റിക്ക്. ഇത് ഷെയ്ഡ് നമ്പർ 307 ചോക്ലേറ്റ്സ് വേൾഡ്. ഇതും ഞാൻ അവളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ട് വാങ്ങിച്ചതാണ്. ഈ ഷെയ്ഡ്, ദിസ് വൺ. അപ്പം അതുകൊണ്ട് പിന്നെ സുഡിയോടെ രണ്ടല്ല ഇനി സുഡിയോടെ കാണണ്ടതാണ് ഇതിനകത്ത്. അതെൻ്റെ ഏതെങ്കിലും ബാഗിൽ കിടപ്പുണ്ടാവും. അപ്പം സുഡിയോടെ 2 ലിപ്സ്റ്റിക്ക്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്ത് ഏതിൻ്റെയെങ്കിലും കൂടെയൊക്കെ മിക്സ് ചെയ്തിടാൻ നല്ലതാണ്. ഈ കരാമൽ ന്യൂഡ് എന്ന് പറഞ്ഞിട്ട്, ക്രീം കരാമൽ ന്യൂഡ്. ഇതൊരു ക്രീമി ലിപ്സ്റ്റിക്ക്, അതായത് ഭയങ്കര മാറ്റായിട്ടിരിക്കത്തില്ല, ഭയങ്കര ക്രീമി ആയിട്ടിരിക്കും, അങ്ങനത്തെ ടെക്സ്ചറാണിത്. ഇത് ഷെയ്ഡ് വരുന്ന കരാമൽ ന്യൂഡ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും, ഞാൻ മെയിൻലി ഇതും ഈ മെബലിൻ്റെ ഈ റെഡിൻ്റെ കൂടെ എപ്പോഴും മിക്സ് ചെയ്തിടും. അതാകുമ്പോൾ കുറച്ച്
ഡാർക്കായിട്ടിരിക്കും, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ഷെയ്ഡ് ഇത് കണ്ടോ, ഒരു ഒരു ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ് അത്. അപ്പം അത് പിന്നെ സൂഡിയോയുടെ ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും എസ്പ്രെസ്സോ ബ്രൗൺ, ഇത് മാറ്റ സൂഡിയോയുടെ തന്നെ. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ മെയിൻലി ബ്രൗൺ അങ്ങനത്തെയാണ് ഇടാറുള്ളത്. ഇതാണിത്, ഈ വരുന്നത്. അപ്പം അതുണ്ട്. പിന്നെ എസെൻസിൻ്റെ വേറെ ലിപ്സ്റ്റിക്ക്, ഇത് എസെൻസാണ്. ഇത് കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഞാൻ കൂടുതൽ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക്ക്. അപ്പം എസെൻസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് സെമി മാറ്റ് ഷെയ്ഡ് നമ്പർ 6 റിയൽ, അതാണിത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചത് ഒരു വയലറ്റ് കൈൻഡ് ഷെയ്ഡാണ്, കൈൻഡ് ഓഫ് ഇതേ കണ്ടോ, അതാണിത്. പിന്നെ ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇൻസൈറ്റിൻ്റെ ലിപ് ഷെയ്ഡാണിത്, നോൺ ട്രാൻസ്ഫർ ലിപ് കളർ. ഇറ്റ്സ് എ ലിപ് കളർ ലിപ്സ്റ്റിക്ക് ഒന്നാണ് ആയിരിക്കും. ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ റെഡാന്ന് തോന്നും, പക്ഷേ ഇത് റെഡ് അല്ല, ഇതൊരു പിങ്ക് ഷെയ്ഡാണ്, ഡാർക്ക് പിങ്ക്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇട്ട് നോക്കിയിട്ടില്ല, ഒന്ന് ഇട്ട് നോക്കണം. ഇത് കണ്ടു, ഈ ഷെയ്ഡാണിത്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ട് പറയാം. പിന്നെ ഷുഗർ പോപ്പിൻ്റെ ഷെയ്ഡ് നമ്പർ 5 റസ്റ്റിക് റോസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ കാഷ്വലായിട്ട് പുറത്തൊക്കെ പോവില്ലേ, അപ്പം യൂസ് ചെയ്യുന്ന ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കായത്. ചുമ്മാ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ. അതൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണിത് ഇത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരെണ്ണമുണ്ട്. ഇത് ഞാനൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇത് പക്ഷേ അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് മാറ്റാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതൊരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഈ ഒരു ബ്രൗണൊക്കെ വരും, ഇതുപോലെ ഈ ഒരു ബ്രൗൺ. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക്സ്. തിരിച്ചു വെക്കട്ടെ. പണ്ടൊന്നും ഞാനങ്ങനെ ഒത്തിരി ലിപ്സ്റ്റിക്കൊന്നും ഇടാറില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ മിക്കപ്പോഴും ഇടും. കാരണം ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ എന്തോ പോലെ ലിപ്സ്റ്റിക്ക് ഇപ്പം ഭയങ്കര നിർബന്ധമായിട്ടുണ്ട്. അപ്പം അതായിരുന്നു ഈ കൊട്ടയ്ക്കകത്തുള്ളത്. പിന്നെ എൻ്റെ ടേബിളിൻ്റെ പുറത്ത് എൻ്റെ സൺസ്ക്രീനുണ്ട്. ഇതാണ് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത സൺസ്ക്രീൻ. ഇതൊരു UVAVO പ്രോ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ജെൽ. ഇതെനിക്ക് തോന്നുന്നു സ്കിൻ അങ്ങനത്തെ എന്തെങ്കിലും ആക്നെയൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും ഈ സൺസ്ക്രീൻ. എഗെയിൻ ഞാൻ പറയുകയാണ്, ഇത് ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ. പിന്നെ എൻ്റെ ഇതും എഗെയിൻ ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ആക്നിക്ക് നമ്മൾ തേക്കുന്ന, ആക്നി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജെല്ലാണിത്. അഡപ്പലീൻ ആൻഡ് ബെൻസോൾ പെറോക്സൈഡിൻ്റെ ഒരു എപ്പിഡിയോ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ജെല്ലാണിത്. ഇത് പക്ഷേ അത്യാവശ്യം നല്ല ജെല്ലാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ സ്കിന്നിൽ. എനിക്കിപ്പോൾ അത്യാവശ്യം അങ്ങനെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതല്ലാണ്ട് വേറെ അങ്ങനെ എവിടെയും ഇല്ല. അപ്പോൾ അതിന് കാരണം ആ ഡോക്ടറാണ്, അടിപൊളി ഡോക്ടർ. പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്, പക്ഷേ ഇത് എന്താണെന്നറിയില്ല, തീരുന്നില്ല. കുറേ നാളായി. കണ്ടോ, കുറച്ച് എടുക്കുന്നുണ്ടാവും. ഞാൻ അത്യാവശ്യം എടുക്കുന്നുണ്ട്, പക്ഷേ അതായത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ഇത് തീരുന്നില്ല. ഇത് തീർന്നിട്ട് വേണം എനിക്ക് വേറൊന്നും നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞത് സെറ്റാഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ, നല്ല മോയ്സ്ചറൈസറാണെന്നാണ് പറയുന്നത്. നല്ലതാണ്, എനിക്കും നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പൗഡർ. പിന്നെ ബോഡി സ്പ്രേ. ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നെ അറിയുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ അറിയാൻ പറ്റും. ബോഡി ലോഷൻ, പൗഡർ,
ബോഡി സ്പ്രേ. ഇത് മൂന്നും ഇല്ലാണ്ട് എനിക്കൊരു ദിവസം പറ്റത്തില്ല. കുളിച്ച് കഴിഞ്ഞ് എനിക്ക് ഫുള്ള് ഈ ബോഡി ലോഷൻ ഫുള്ള് തേക്കണം, പൗഡർ ഇടണം, ബോഡി സ്പ്രേ അടിക്കണം. അപ്പം ഇത് മാക്സിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ബോഡി സ്പ്രേയാണ്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി മെന്നിൻ്റെ ആണ്, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഡ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂംഡ് ഡിയോഡ്രൻറ്റ് ബോഡി സ്പ്രേ ബൈ സൂവി. കണ്ടോ, ഡ്യൂൺ എന്ന് പറഞ്ഞൊരു സ്പ്രേ, എന്തോ അതിൻ്റെ പേരതാണ്, ഡ്യൂൺ. അപ്പം അത് ബോഡി സ്പ്രേ. പിന്നെ ഒരു ബോഡി സ്പ്രേ ഉണ്ട്. ഈ ഡ്യൂൺ ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോഴാണ് യൂസ് ചെയ്യാറ്. ചിലപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴേ യൂസ് ചെയ്യും, കാരണം നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. ഒരു ബേബി പൗഡറിൻ്റെയൊക്കെ സ്മെല്ല് പോലെ എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യും. പിന്നെ യാഡ്ലിയുടെ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, എപ്പോഴും യാഡ്ലിയുടെ ബോഡി സ്പ്രേസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും എനിക്കിഷ്ടമാണ്, ഇതിന് എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടം ഇതുണ്ട്, ഇതിൻ്റെ ഒരു ഗ്രീൻ കളറുണ്ട്, ജാസ്മിൻ ഫ്ലേവർ. അതും ഇതും എനിക്ക് ഭയങ്കര, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത്. ഇത് ഇംഗ്ലീഷ് ഗാർഡനിയ എന്ന് പറഞ്ഞിട്ട് ഒരു യാഡ്ലി ലണ്ടൻ തന്നെ ബോഡി സ്പ്രേയാണ്. ഇതിൻ്റെ സ്മെല്ല് ഒരു ലാവൻഡറിൻ്റെ ഒക്കെ സ്മെല്ല്, ആ ഒരു സ്മെല്ലാണ്. പക്ഷെ മറ്റത് ജാസ്മിൻ്റെ, അത് നല്ലതാണ്, ഇത് നല്ലതാണ്. അങ്ങനെ അത്. പിന്നെ എൻ്റെ ബോഡി ലോഷൻ ഞാൻ എപ്പോഴും പലതാണ് യൂസ് ചെയ്യാറ്. പക്ഷെ അതായത് തീരുന്ന അനുസരിച്ച് വീണ്ടും ഞാൻ വേറെ വാങ്ങിക്കും. അപ്പോൾ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കത്തില്ല, വേറെ ആയിരിക്കും. ഇത് ഞാൻ സലാലയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഡെർമോവിവയുടെ ഏജ് ഡിഫൈങ് ബോഡി സ്മൂതി ലോഷൻ. ഇത് നല്ലതാട്ടോ, കാരണം ഇതിന് വലിയ പ്രൈസൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ചില ബോഡി ലോഷനൊക്കെ നമ്മൾ തേക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ വലിയ പ്രൈസും ഇല്ല, എന്നാൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 500 ml ആണെന്ന് തോന്നുന്നു. അല്ല, ഇത് 400 ml ആണ്. പക്ഷേ ഇത് കുറച്ച് നാളത്തേക്ക് കാണും എന്തായാലും. അപ്പം ഇത് പിന്നെ നിവ്യയുടെ റൗണ്ട് ഉണ്ടായിരുന്നു, അത് പക്ഷെ കഴിഞ്ഞിട്ട് ഞാനത് അവിടെ ഇങ്ങനെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് നിവ്യയുടെ ബോഡി ലോഷൻ യൂസ് ചെയ്ത് നോക്കുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഇത് കഴിഞ്ഞു. ഇതിനകത്ത് ഇനി കുറച്ചുണ്ടായിരുന്നു, ഇനി ചിലപ്പോൾ അടിച്ചാൽ ആദ്യത്തെ പമ്പിൽ കുറച്ചുണ്ടായിരുന്നു തോന്നുന്നു. ഇത് തീർന്നു കണ്ടു. അപ്പം അതാണ് ഞാൻ ബോഡി ലോഷൻ ഭയങ്കര, ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ കുടിക്കുവാണോ എന്നത്. അതുപോലെ എൻ്റെ ബോഡി ലോഷൻ പെട്ടെന്ന് തീരുന്നത്. ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഒരെണ്ണം എനിക്ക് കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരു മാസം കാണത്തില്ലത്. അപ്പം അത്. പിന്നെ എൻ്റെ ഹെയർ ടൈസ് അത് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗിലാണ് വെച്ചേക്കുന്നത്. ബാഗല്ല, എന്താ പറയുക, ഒരു പെട്ടി, അതിനകത്ത് ഇത് വെച്ചേക്കണേ. എൻ്റെ ഹെയർ ടൈസ്, അതിനകത്ത് എനിക്ക് കൂടുതൽ ഹെയർ ടൈസ്, ഹെയർ ക്ലിപ്സ്, പിന്നെ സ്ക്രഞ്ചീസ്, അതൊക്കെ വെച്ചേക്കുന്ന ഒരു പെട്ടി, അതാണിത്. പിന്നെ എൻ്റെ വിട്ടുപോയ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ എൻ്റെ പെർഫ്യൂം. ഇത് എം കഫേൻ്റെ ഞാൻ ഒരു കോംബോ പാക്കായിരുന്നു അത്, അങ്ങനെ പർച്ചേസ് ചെയ്തത്. പക്ഷേ ഗൈസ് ഇത് അടിപൊളിയാണ്. എനിക്കിതിൻ്റെ ഒരെണ്ണം പോലും ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് ഇതാണ്. ഇതിൻ്റെ ഒരെണ്ണം കഴിയാറായി, അത് ഞാനല്ല, എൻ്റെ ഉമ്മ. ഇത് ഞാൻ ഈ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പെർഫ്യൂം. അപ്പം എനിക്ക് കുറേ പർച്ചേസ് ചെയ്യണമെന്നുണ്ട് പെർഫ്യൂംസ്. പക്ഷേ എൻ്റെ വീട്ടുകാരെനിക്ക് വാങ്ങിച്ചു തരത്തില്ല അങ്ങനെ പെർഫ്യൂം. എനിക്ക് അലർജി പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്ക് പെർഫ്യൂം അത്ര സ്യൂട്ടല്ല, എനിക്ക് സ്യൂട്ടാവില്ല. കാരണം ഇതിൻ്റെ ചില ഭയങ്കര നമുക്കിങ്ങനെ ഭയങ്കര ഇതായിട്ട് തോന്നുന്ന ഫ്രാഗ്രൻസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തുമ്മൽ വരും. അതുകൊണ്ട് എനിക്കങ്ങനെ വാങ്ങിച്ചു തരാറില്ല. പക്ഷേ ഞാനിടയ്ക്ക് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു 4 എണ്ണം. ഇത് കോംബോ ആയിരുന്നു, 1000 എങ്ങാണ്ടായിരുന്നു.
എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. 1000 എങ്ങാണ്ടായിരുന്നു. ഇതിനകത്ത് പ്രൈസ് ഉണ്ടോ? ഇല്ല. ഇത് എം കഫേൻ്റെ ഫീൻ കണ്ടു. ഫീൻ എന്ന് പറഞ്ഞൊരു ഫീൻ ബൈ എം കഫേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ ഈ 2 ചെറി വൈനും സീക്രട്ട് ഗാർഡനും, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫ്രേഗ്രൻസ്. ഇതെന്ന് പറയുന്നത് ഒരു ടോട്ടലി ഒരു ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ്. കറക്റ്റ് നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ, നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ ഒരു ഫ്ലോറൽ, എനിക്ക് തോന്നി ഫ്ലോറലാണെന്ന്. അത് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇത്. പിന്നെ ഇത് 4ഉം നല്ലതാണ്. ഇത് 4ഉം അടിപൊളിയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 ഇത് 2ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വാനില. ഇത് വാനിലയുടെ സ്മെല്ല് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം വാനിലയുടെ ആണിത്. പിന്നെ ഒരു റോസിൻ്റെ ഉണ്ട്. ഇത് സ്വീറ്റ് സെഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ആണ്. കുറച്ച് സെഡക്റ്റീവായിട്ടുള്ളൊരു സ്മെല്ലാണിത്. റോസിൻ്റെയൊക്കെ ഒരു സ്മെല്ല്. ഇതും നല്ല ഭയങ്കര അത് തന്നെ സെഡക്റ്റീവ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇത്. പ്ലസൻറ്റ് സ്മെല്ലല്ല, കുറച്ച് നല്ലൊരു സ്വീറ്റ് സ്മെല്ലാണ്. അപ്പം ഇത് 4ഉമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. 4. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് യൂസ് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ഇത് തീരാറായി. ഇതിന് ഞാൻ യൂസ് ചെയ്യത്തില്ല. കുറച്ച് ഞാനൊന്ന് ബാക്കി വെക്കും. കാരണം എനിക്ക് അങ്ങനെ തീർത്ത് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇനി ഞാൻ ഇത് യൂസ് ചെയ്യത്തില്ല. ഇനി ഇത് 3ഉം യൂസ് ചെയ്യണം. ഇതും തീരാറായി. ഇത് എനിക്ക് എന്താ അറിയില്ല, ഇത് കുറേ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞാനത് അങ്ങനെ എപ്പോഴും എടുക്കാറില്ല. അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് ടേബിളിൽ ഓൺ മൈ ടേബിൾ. അതാണ് ഓൺ മൈ ടേബിൾ കാര്യങ്ങൾ. പിന്നെ എൻ്റെ കോമ്പുണ്ട്. അത് അത്രയൊക്കെ ഉള്ളൂ. വാട്ട്സ് ഓൺ മൈ ഡ്രസ്സിങ് ടേബിൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കോമെൻറ്റ് ബിലോ, ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൊർഗീവ് ചെയ്യുക. കാരണം ഇത് ഞാൻ ഇതിനകത്തോട്ട് ആദ്യമായിട്ടാണ്, ഞാനൊന്ന് ഇതായി വരുന്നതേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.